ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ടു ഡാൻസ് ക്ലാസ്. ഭയങ്കര ആഡംബരവും ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്താൽ വെറുതെ അവിടെ പോയി ഒലിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വെറുതെ പിന്നി കെട്ടി, പിന്നെ ഈ ഫ്രണ്ടിലെ 2 ലെയർ ചുമ്മാ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട്. മഴയാണ്, എന്നാലും സൺസ്ക്രീൻ മുഖ്യം. പിന്നെ അത് കഴിഞ്ഞ് ഐബ്രോസ് ഒക്കെ ഒന്ന് എഴുതി, കണ്ണു എഴുതി, മസ്കാര ഇട്ട്, ലിപ്സ്റ്റിക്കും ഏറ്റവും അവസാനം ഒരു പൊട്ടും കൂടി കുത്തിക്കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് കൈ കിട്ടി എന്തൊക്കെയോ വലിച്ചു വരെ അങ്ങനെ ഇട്ടു. എത്ര ശ്രമിച്ചാലും ഷോളും വരെയൊക്കെ കിട്ടാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ. അതിന് കുറേ സമയം പോകും. അവസാനം ഒരു ഡയറിയും വാട്ടർ ബോട്ടിലും. ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. പിന്നെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലോട്ടുള്ള വഴി അടച്ചിട്ടേക്കുക, അതിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന്. പിന്നെ ഞാൻ ഏതോ പറമ്പിലൊക്കെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ അതേ ചേച്ചിമാരൊക്കെ എന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നു. വഴക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ ചെന്നു, കുറേ നാൾ പോവാത്തതിന്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ലവ്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റീലിലൊക്കെ എൻ്റെ കൂടെ വന്നു. ആ റെഡ് ഡ്രസ് ഇട്ടിരിക്കുന്ന കേട്ടോ ഞങ്ങളുടെ മിസ് സൗമ്യ മിസ്. കുറേ ദിവസം ആബ്സെൻ്റ് ആയതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ രണ്ടാമത് പഠിച്ചെടുക്കണം. ഞാനിത് ഡാൻസ് സ്കൂൾ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ആശ ശരത്തിൻ്റെ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന ഡാൻസ് സ്കൂളാണ്. സാധാരണ ആശാ മാമും അമ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല വഴക്ക് കിട്ടിയാണ് ആബ്സെൻ്റ് ആയതിന്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. നന്ദി, നമസ്കാരം.